പണ്ടേ ഈ പോസ്റ്റ് എനിക്ക് പാരയാ. എന്റെ ജീവിതം തൊലച്ചതേ ഈ ന്യൂസ് കോണ്ടാക്ടാ. ഇല്ല ഇത് ഞാൻ ഈ ചെയ്തിയെ അയ്യോ ഭഗവാനെ, ഏഴ് താഴെ പോയല്ലോ. പിന്നെ നീ എനിക്ക് പാരയായല്ലോ. ഞാൻ എങ്ങനെ താഴെ ഇറങ്ങാൻ പോകുന്നുണ്ടോ? നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഈ നാട്ടില് മറ്റാരെക്കാളും മേലെയാ നാരായണൻകുട്ടി ചേട്ടൻ. അതേടാ, എല്ലാരെക്കാളും മേലെയാ ഞാനിപ്പോ. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ ആ ഏരിയ എടുത്ത് എന്നെ ഇവിടുന്ന് ഇറക്ക്. അതിനു മുമ്പ് ഒരു കാര്യം സമ്മതിക്കണം. എന്ത് വേണമെങ്കിലും സമ്മതിക്കാം. ചേട്ടൻ പ്രസിഡന്റ് ആവണം. പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രി വേണമെങ്കിലും ആകാം. ആദ്യം നീ എന്നെ ഇവിടുന്ന് താഴെ ഇറക്ക്. റെഡി? ചേട്ടൻ ഇറക്ക്. എനിയൊക്കെ സൂടി ചോദിക്കണേ. ചേട്ടാ പതുക്കെ പതുക്കെ ഇറക്കണം. പെണ്ണും അലൂമിനിയം. സമാധാനമായി. അപ്പോ പ്രസിഡന്റ് ആവുന്ന കാര്യം? പ്രസിഡന്റ്? അതെ, അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. അയ്യേ, ഞാനെങ്കില്ല. ചേട്ടൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന കാര്യമാണെന്ന് വിചാരിച്ചു കാണും. പോക. ഇനിയിപ്പോ അതിനാണെങ്കിലും ഞാനില്ല. ചേട്ടാ ഇത് തമാശയല്ല. ഞാൻ എന്ത് വേണം? എല്ലാം കൂടെ ഒരു 1 ചെലവാകും. ചേട്ടൻ പകുതി എന്നാ മതി, 50. ബാക്കി എങ്കിലും 5 പ്രാവശ്യം അയക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേട്ടൻ സമ്മതിക്കുന്നു. എല്ലാവരെയും വലിയ ഇഷ്ടമാണ്. ഇയാളാകിയ മനസ്സാ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഓയ്യോ, 50ന്റെ ഒരു കെട്ടുമായിട്ട് ഇപ്പൊ വരും. 5, 25, 250 രൂപ. 250 രൂപയോ? ചേട്ടാ 50 എന്ന് പറഞ്ഞത് 50,000 രൂപയാ. 50,000 രൂപ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. അയാൾ ഇങ്ങനെ കൈയൊഴിയുമെന്ന് നമ്മൾ വിചാരിച്ചു. അയാളെ പറ്റി കുറച്ചുകൂടി നല്ല ധാരണയായിരുന്നു എനിക്ക്. എനിക്കിപ്പോഴൊരു സംശയം, ഇയാള് ദുബായി തന്നെ ആയിരുന്നോ അതോ വല്ല ബോംബെ? ഒന്ന് ചുമ്മാ ഇരിക്കേ. അല്ല, ഈ ദുബായിക്കാരെ നമ്മളും കുറച്ച് കണ്ടിട്ടുണ്ടേ. അത് വിട്. ഇനിയിപ്പോ വേറെന്താ വഴി ആലോചിക്കും. വേറെന്ത് വഴി? നിങ്ങളെ വിശ്വസിച്ച ഞങ്ങളിപ്പം പെരുവഴിയിലായി. എന്നാ പെരുവഴിന്ന് തന്നെ തുടങ്ങാം. ഈ ഉത്സവം ഒന്ന് പൊടി പൊടിച്ചിട്ട് വേണം എനിക്ക് ആദ്യം തിരുമേനോട് കണ്ട വർത്തമാനം പറയാം. നമുക്ക് കലക്കാവുന്നേ. ഞാൻ അപ്പുറത്തോട്ട് ചേട്ടാ, എന്തെങ്കിലും സംഭാവന ചെയ്യൂ, പുണ്യം കിട്ടും. കാശ് കൊടുത്തിട്ടുള്ള പുണ്യം ഒന്നും വേണ്ട. ദരിദ്രവാസി ജന്മത്തിനൊന്നും പുണ്യം കിട്ടാൻ പോണില്ല. കൈകാലാവതില്ലാത്തവനാണ് ഈ ഭിക്ഷപാത്രത്തിൽ നിന്നാണ് അമ്മ 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 അമ്മോ അമ്മ 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 അമ്മോ അമ്മ അമ്മ അമ്മ. സത്യം പറയാമല്ലോ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഒരുമാതിരി ആക്കല്ലേ. ഞാനൊന്ന് ഓഫീസിൽ പോയി തല കാണിച്ചിട്ട് വരാം. പിന്നെ ഇതും കുലുക്കിക്കൊണ്ട് ഇവിടെ നിന്നാ മാത്രം പോരാ. റസീത് ബുക്കുമായിട്ട് വീടാന്തരം കയറി ഇറങ്ങിക്കോ. ഞങ്ങളിതാ വീടാന്തരം ഇറങ്ങി കഴിഞ്ഞു. ഞാനിപ്പോ ആ രസീത് ബുക്കും തൊട്ടി എടുത്തോ. കംപ്ലീറ്റ്. പേടിക്കുന്ന വലിയ പരുക്കൊന്നുമില്ല. എവിടെയാ? അടുത്ത ഫ്ലോറില 102. അല്ല പക്ഷേ ആ പോയത് നമ്മുടെ സുഭദ്രാമ്മയുടെ മോളല്ലേ? ആണെങ്കിൽ അല്ല, ഈ കുട്ടി എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്? ഇവര് തമ്മിൽ വല്ല ജഗപുകയും കാണുമായിരിക്കും. വെറുതെ അല്ല, തന്നെ നാട്ടുകാർ മുഴുവൻ തുരപ്പം വാസം എന്ന് വിളിക്കുന്നത്. എന്ത് കണ്ടാലും ഒടുക്കലത്തെ ഒരു ജഗപുക. എന്താ പറയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയിരുന്നെങ്കിലോ? എന്ത് ചെയ്യാനും മടിക്കാത്തവനാ. വേണ്ട, ഉത്സവം കമ്മിറ്റി ഒന്നും നമുക്ക് വേണ്ട. ആർക്ക് വേണ്ടെന്ന്? നമുക്ക്
ഞാനിപ്പോ ഇങ്ങോട്ട് വന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാർ കുറച്ചുപേര് വെളിയിൽ നിൽപ്പുണ്ട്. ഏത് നിമിഷം ഇങ്ങോട്ട് കയറി വരും. നാട്ടുകാർ ഒരുപാട് പേരുണ്ട്. അധികം പേരൊന്നുമില്ല. ഒരു 10,000 പേര് വരും, അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും. എന്താണ്? ആ കുടവും ചെടു. നീ ഇപ്പൊ വെള്ളം കോരാൻ പോണ? ആ കുടം അല്ലടാ, പിരിവ് കുടം. അമ്പലപ്പിരിവ് ഇവിടെയും ആകാം. സിമ്പതിയുടെ പേരിലാകുമ്പം എന്തെങ്കിലും കൂടുതൽ കിട്ടും. അതൊരു ഐഡിയ ആണ്. കുടം ഇവിടെ തന്നെയുണ്ട്. പാർവതിക്കും ഉദാരമായി സംഭാവന ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് നിർത്താറായില്ലേ? നിർത്താറൊന്നും ആയിട്ടില്ല അല്ലേ? ഓം അമരീ കമരീ ഭാര ഭ്രമരീ മുഖരീ കൃതം ദൂരിതേതു ദുരിതം ഗൗരീ ചരണ പങ്കജം. സ്വന്തം ഭാര്യയല്ലേ? പിന്നെ എന്നിട്ടാണോ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തത്? അടുത്തു വരുന്നില്ല, കൂടെ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ കുഴപ്പമുണ്ടല്ലോ. അതൊന്നും പറയാതിരിക്കുന്നതാണ് സ്വാമി നല്ലത്. സൂക്ഷിക്കണം. ഭാര്യയോ? അല്ല, മരുന്ന് വളരെ സൂക്ഷിക്കണം. ഉദ്ദിഷ്ട വ്യക്തിക്കല്ലാതെ മറ്റാർക്കും കൊടുക്കരുത്. ആര് കഴിച്ചാലും ആഗ്രഹം നടന്നേ അടങ്ങൂ. കഴിച്ചയാളിന്റെ മുന്നിൽ അന്യരും ബന്ധുക്കളും പോകാതെ സൂക്ഷിക്കണം. ബന്ധം മറന്നുപോകും. എല്ലാം സ്വന്തമെന്നേ കരുതൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിച്ചോളാം. സംഭവം ഏൽക്കുമല്ലോ. എന്താ സംശയം? അച്ചട്ട. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? പാലിലോ പഴച്ചാറിലോ കൊടുക്കാം. പക്ഷേ കലക്കുമ്പോൾ സൂക്ഷിക്കണം. സുഭദ്രയെങ്ങാനും ഇങ്ങോട്ട് പരത്തോണ്ടോ നോക്കിയേ. കുട്ടിമാമൻ ധൈര്യമായിട്ട് ചെല്ലി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ പുറത്തേക്ക് എനിക്ക്. ഞാൻ പുറത്തു നിന്നോ? പാലെടുത്ത് നേരെ മുമ്പിൽ വയ്ക്കുക. പൊതിയടിച്ച് 3 സ്പൂൺ പൊടി പാലിലിടുക. എന്നിട്ട് ഇടത് കൈ ഇടത് കാതിൽ പിടിച്ച് വലത്തെ കൈ കൊണ്ട് 3 പ്രാവശ്യം വലത്തോട്ട് കറക്കി തിരിച്ചൊരു പ്രാവശ്യം ഇടത്തോട്ട് കലക്കി നിർത്തുക. ഇളക്കിക്കഴിഞ്ഞാൽ വലത് കൈ കൂടെ വലത് കാതിൽ വെച്ച് പാലിരിക്കുന്നതിന് നേരെ കുനിഞ്ഞ് നമസ്കരിക്കണം. ഭഗവതി, ഇതോടെ എന്റെ എല്ലാ ഇഷ്ടങ്ങളും സുഭദ്രയെ കൊണ്ട് സാധിപ്പിച്ചു തരണേ. എന്നിട്ട് പാലെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 2 ചെവിയിലും പിടിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കണം. അയ്യോ അയ്യോ, ചതിച്ചു. നിന്നോട് ആര് പറഞ്ഞു പാലെടുത്ത് കുടിക്കാൻ? എന്താ ഭാവം? ഒരു മുறை വന്ന് പാർത്തായാ നിങ്ങളെ രണ്ടിനെ ഇന്ന് ഞാൻ. അയ്യോ ഇതെന്താ? അയ്യോ അയ്യോ, ഞാനല്ല കുറ്റവാളി. അയ്യോ കുറ്റവാളി കുറ്റവാളി. എന്നെ വിട. അയ്യോ പിടിക്കരുത് പിടിക്കരുത്, എന്നെ പിടിക്കരുത്, എന്നെ പിടിക്കരുത്. അയ്യോ കുറ്റവാളി എന്നെ അടച്ചിട്ടോളൂ. അയ്യോ 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 അയ്യേ അയ്യേ. പൊയ്ക്കോ, ഇനി ഒരു നിമിഷം അവിടെ കണ്ടുപോരുത്. എന്തിനാ അമ്മായി? ഞാൻ എന്തിനാ പോണേ? എന്തിനാ എന്നെ പോകാൻ പറയുന്നേ? അതൊക്കെ അവളെ നമ്പരാ, മനസ്സിളകരുത്. കൂടുതലൊന്നും പറയണ്ട, പൊയ്ക്കോ. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? പെട്ടിയെടുത്തങ്ങ് ഇറങ്ങിയോടെ കൊണ്ടുപോട്ടെ. ഇറങ്ങി ഇറങ്ങി. ഞാൻ കൊണ്ടുവന്ന നാരങ്ങ മുട്ടായി എല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടുന്നു. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. എന്താ എന്താ എല്ലാരും കൂടെ? എന്താ കാര്യം? അനിയൻ തിരുമേനി ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ. എന്താ കാര്യം? നേരിട്ട് പറയേണ്ട കാര്യമാ.
ഒന്ന് നിൽക്കൂ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. എങ്കിലും ഉത്സവം നടത്തിപ്പിന്റെ കാര്യത്തില് എന്തൊക്കെയോ തർക്കങ്ങൾ നടന്നു എന്ന് ഞാനും കേട്ടു. തർക്കമൊന്നും അല്ല തിരുമേനി. ഇപ്പൊ തെമ്മാടിത്തരം കൊണ്ട് ഇറങ്ങിയിരിക്കുക ഉത്സവം മുടക്കാൻ. അതേ തെമ്മാടിത്തരം തിരിച്ചു കാണിക്കാനാണോ പുറപ്പാട്? പിന്നെ കയ്യും കെട്ടി നിൽക്കണമെന്നാണോ? അല്ല, അടിയോ അക്രമോ ഒന്നിനും പരിഹാരമല്ലെന്നേ പറഞ്ഞുള്ളൂ. നേരായ വഴിയാണോ നിങ്ങളുടെ കൂടെ ഉത്സവം നടത്താൻ ഞാനും വരാം. വേണ്ട തിരുമേനി, ഇത് ഞങ്ങൾ നടത്തിക്കൊള്ളാം. ഏതു വർഷത്തെക്കാളും ഗംഭീരമായിട്ട്. ഒന്ന് മാത്രം അനിയൻ തിരുമേനിയോട് പറഞ്ഞേക്ക്. ഇനി ഒരുത്തന്റെ എങ്കിലും മേല് നോവിച്ചാൽ അതിന്റെ ഫലം വളരെ മോശമായിരിക്കും. പോകാം. പ്രസാദം എനിക്കും തരാമോ? പ്രസാദം അകത്ത് കിട്ടും. ഇല്ലിക്കൽ ഭഗവതിയുടെ പ്രസാദം പുറത്തും കൊടുക്കാം. എന്നെ അന്വേഷിച്ചോ? എനിക്കൊരു വേളി ആലോചിക്കണം. എന്തായിപ്പോ ഒരു പുതിയ ബോധോദയം? ഒത്തൊന്നിനെ ഇപ്പോഴേ കണ്ടുള്ളൂ എന്ന് കരുതിയാ മതി. എല്ലാം ഒത്തിണങ്ങിയ അങ്ങനെ ഒരു പെൺകുട്ടി ഈ നാട്ടിലെ? ആട്ടെ, ആരാണെന്ന് പറയാ. ഏട്ടനറിയും, സുഭദ്രാമ്മയുടെ മൂത്ത പെണ്ണ്. അത് നായരുകുട്ടിയല്ലേ? നമ്പൂരിമാർക്ക് നായർ ബാന്ധവം നിഷിദ്ധമൊന്നല്ലല്ലോ. പക്ഷെ ഒന്നറിയണം, നന്നാവാൻ തീരുമാനിച്ചിട്ട് തന്നെയാണോ ഇത്? ഇല്ലെങ്കിൽ വേണ്ട. അതിന്റെ കണ്ണീരും ശാപവും കൂടെ ഈ ഇല്ലം താങ്ങില്ല. ഏട്ടനൊന്ന് വിളിച്ചു പറഞ്ഞ സുഭദ്രാമ സമ്മതിക്കും. ഞാൻ ചെല്ലട്ടെ? ഭഗവതിയുടെ അനുഗ്രഹ അനിയന് നല്ലത് തോന്നിക്കണെന്ന് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാത്തത്. ആട്ടെ, എന്താവോ കുട്ടിയുടെ പേര്? പാർവതി. അമ്മേ, അമ്മേ, ഓടി വന്നേ. എന്താടി? കോഴിയങ്കം കഴിഞ്ഞ് വരുന്ന പോലുണ്ട്. വേണ്ടാത്ത ഓരോ ശീലങ്ങളായിട്ട് വന്നിരിക്കുക. മത്സ്യ മാംസം ഒന്നും ഇതിനകത്ത് പറ്റില്ല. അവന്റെ ഒരു കോഴി എന്തൊരു വാസന! ഒന്ന് മറിച്ചില്ലടാ, വേഗം പൊരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റി ചെന്നാലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി വാങ്ങിച്ചു. ഒരു 2 എണ്ണം നല്ല ചകചകാനം കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയുടെ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട അടിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല, അതിപ്പോ ഇവിടെ അതേ കിട്ടൂ, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞ ഇത് വില്ലേജ് അല്ലയോ? ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാരാ, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല. ചേട്ടാ, നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റൊന്നുമില്ലേ? ഉണ്ടല്ലോ. മതിയോ? തീപ്പെട്ടിയുണ്ടോ? എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടനെന്താ ഒരു ശ്വാസം മുട്ടല് പോലെ? ചേട്ടാ, സിഗരറ്റിന്റെ മണം പിടിക്കാഞ്ഞിട്ടാണ്. അതിനെന്താ? അതിനും വഴിയുണ്ട്. നമുക്ക് മണം വരുത്തിക്കളയാം. എങ്ങനുണ്ട്? ആ ബീർക്കോലി, നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കിവിടാ. ഏയ്, ഞാനൊന്നിനും തൊട്ടിട്ടേ ഇല്ല.
നീ ആ ഷർട്ട് വെച്ചേ. ഏയ് ഒന്നുമില്ലെന്നേ. ഷർട്ട് വിടാ. എന്താ ഇങ്ങനെ? നിങ്ങൾ നോക്കിയേ. ഇങ്ങോട്ട് മാറി. ഞാൻ പോവാ. അല്ല വിടല്ലേ? ആ ഷർട്ടിനകത്ത് കുനിയൻ. അയ്യോ, എല്ലാം അടിക്കുന്നു. ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോടാ. അതെ അതെ. ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നുണ്ടോ? ഞാൻ വിളിക്ക്. നീ വിളിക്ക്. ഞാനോ? വിളിക്കടാ. ആ ആഹാ. ചവിട്ടി തുറക്കടാ. ആരാ? ഞാൻ തന്നെ. തുറക്ക്. നല്ല കോലത്തിലാണല്ലോ. നാട്ടുകാർ കാണണ്ട, അകത്തേക്ക് കയറ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രായമായ പെമ്പിള്ളവരുള്ള വീടായത്. കുടിച്ച് കൂത്താടലൊന്നും ഇവിടെ നടക്കില്ല. മാനവും മര്യാദയും കളയാതെ ഇത്രയും കാലം ജീവിച്ചു, പിള്ളേരെയും വളർത്തി. ഇനി ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാനവും മര്യാദയെ പറ്റി നീ പറയാതെ വലിയ ശീലാവധി. ഞാൻ പോയപ്പോ നിനക്ക് എത്രയാണ് കൊച്ചുങ്ങള്? ഒന്ന് എവിടുന്ന് വന്നത് രണ്ടാമത്തെ? നിർത്തുന്നുണ്ടോ? 18 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ഭാര്യയുടെ പാതിവൃത്തി അളക്കാൻ. കേറി പോയില്ലേ അവത്തി രണ്ടും? പറയണോ ഞാൻ പഴയ കഥകളൊക്കെ? വേണ്ട, പറയിക്കണ്ട. കുട്ടികൾക്ക് അച്ഛന് വേണമെന്ന് പറഞ്ഞപ്പോ മുതലേ പഴയതെല്ലാം മറന്നുപോയെന്ന് എന്നോട് തന്നെ ഞാൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതൊന്നും മറക്കാൻ കഴിയാത്തത് കൊണ്ടാ ഇന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കാൻ സാധിക്കാത്തത്. സംശയം ബാക്കി വല്ലതുണ്ടെങ്കിൽ പുലരാൻ നിൽക്കണമെന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ശിവന്റെ വീട് ഏതാ? ദാ ആ കാണുന്നതാ. താങ്ക് യു. അല്ല, ഇതെന്താ ഈ വഴിയൊക്കെ? നാട്ടുകാർക്ക് മുഴുവൻ ശിവേട്ടൻ ഇപ്പൊ വലിയ ഹീറോ അല്ലേ, വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഹീറോ റീത്തുമായിട്ട് വരേണ്ടി വന്നേനെ. അയാൾ നെഞ്ചത്തൂടെ ജീപ്പ് ഓടിച്ച് കയറ്റാതിരുന്നത് കാരണവന്മാരുടെ പുണ്യം. വീട്ടിൽ നിന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. വന്നപ്പോഴേ അറിഞ്ഞു നാട്ടുകാർ മുഴുവൻ ശിവേട്ടന്റെ കൂടെയാണെന്ന്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചേക്കാമെന്ന് കരുതി ഇറങ്ങി. ഇരുന്നിട്ടും ആകാം. ചേട്ടന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഉണ്ടേ, ദേ അവിടെ അകത്ത് കിടപ്പുണ്ട്. രാത്രി മുഴുക്കെ അലർച്ചയും നിലവിളിയായിരുന്നു. നേരം വെളുത്തിട്ടാവുന്നു കിടന്ന്. അയ്യോ, എന്ത് പറ്റി? എന്തു പറ്റാൻ, അവന്റെ ഒടുക്കത്തെ ഒരു കവിത എടുത്തു. അത് ശരി. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? ഇവന്റെ ഈ ഉപദ്രവം ഒഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. അതെ, ഈ അടുത്ത വീട്ടിലാരാ താമസം? നമ്മുടെ ബോർഡിൽ തന്നെ ഉണ്ടായിരുന്നതാ നാരായണൻ കുട്ടിയേട്ടൻ. പക്ഷെ അങ്ങേര് ഭാഗ്യവാനാ, പണ്ടേ ജോലി ഉപേക്ഷിച്ച് ഗൾഫിൽ പോയി. 18 വർഷത്തിന് ശേഷം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി അദ്ദേഹത്തിന്റെ മകളായിരിക്കും അല്ലേ? ഏത് കുട്ടി? ഒരു സാരിയൊക്കെ കൊടുത്ത് നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി. അവിടെ അങ്ങനെ ഏതാണ് ഒരു കുട്ടി? ഞാനിപ്പോ വഴി ചോദിച്ച കുട്ടി. ഓ, അത് ലക്ഷ്മി. എന്ത് ചെയ്യുന്നു ആ കുട്ടി? പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, നമ്മുടെ പ്രേമന്റെ കോളേജിലെ. പ്രീ ഡിഗ്രിയോ? ഇത് അതിനേക്കാൾ പ്രായം തോന്നിയിരുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. പ്രേമം പറയുന്നത് അവരുടെ കോളേജിൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടി ലക്ഷ്മിയാണെന്നാണ്. ഈ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെച്യൂരിറ്റി കുറച്ച് കൂടും, അത് നല്ലതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിപ്പോ കണ്ടത് ഇത്തിരി വെളുത്ത് മെലിഞ്ഞ് പൊക്കമുള്ള ഒരു പെൺകുട്ടിയല്ലേ? അതെ. ഓഹോ, അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ട്. അതും എന്റെ കോളേജിൽ തന്നെ. പ്രീ ഡിഗ്രി അല്ല, ഡിഗ്രി. അതും നല്ല ബ്രില്യന്റ്. പേര് പാർവതി. കറക്റ്റ്. അതാ ഞാൻ പറഞ്ഞത് കുറെ കൂടി മെച്ചൂർഡ് ആണെന്ന്. അല്ല, എന്താ സാറേ കാര്യം? ഹേയ്, ഒന്നുമില്ല. കണ്ടപ്പോ അന്വേഷിച്ചെന്ന് മാത്രം. നല്ല കുട്ടി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നമ്മുടെ കൂട്ടിൽ തന്നെ അല്ലേ അവര്?